ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കാർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ആൺകുട്ടികൾക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. കാർ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ അരക്കിലയുടെ ഒരു സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓറഞ്ച് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ കേക്കിനെ ഒന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും 3 ലെയറിൻ്റെ പൊക്കമൊന്നും നമുക്ക് ഈ കാർ കേക്കിന് വേണ്ട, 2 ലെയർ മതിയാകും. ഇനി നമുക്ക് ഈ കേക്ക് സാധാരണ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ ഐസിങ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റിയ ശേഷം ക്രീം വെച്ച് അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിൽ ഓറഞ്ച് ഫുഡ് കളറും ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതാണിത്. അതും കൂടെ ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്രീം വെച്ച് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഒരേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അളന്ന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. വളരെ സൂക്ഷിച്ച് ചെയ്യണം. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. സൂക്ഷിച്ചെടുക്കാം. ഒരേ ലെവലിൽ 2 പീസും വെച്ച് കൊടുക്കാം. രണ്ട് പീസും ഒരേ ലെവലിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത ഭാഗത്ത് വീണ്ടും ക്രീം തേച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ മുകളിൽ വെച്ച പീസ് മാത്രം കട്ട് ചെയ്ത് അതിൻ്റെ ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. താഴോട്ട് കട്ട് ചെയ്യരുത്. മുകൾ ഭാഗത്ത് നമ്മൾ മുകളിലോട്ട് എടുത്തു വെച്ച പീസിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റണം. സൂക്ഷിച്ചെടുത്ത് മാറ്റാം. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ചരിവ് കൊടുക്കാനായിട്ട് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് മതി, കൂടിപ്പോകരുത്. ചെറിയൊരു ചരിവ്, ഗ്ലാസിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ചരിവിനായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം വീണ്ടും ക്രീം തേച്ച് ക്രം കോട്ടിങ് ചെയ്യാം. ഇതുപോലെ ഞാൻ ഫുള്ളും ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് വരുന്ന ഭാഗത്തും ലൈറ്റിൻ്റെ ഭാഗത്തും ടയർ വരുന്ന ഭാഗത്തും എല്ലാം ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബേസിലേക്ക് ഞാനിത് കാർ എടുത്ത് വയ്ക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാം. ബേസും 1 കിലോയുടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അത് ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബേസ് വരുന്ന ഭാഗത്ത് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു പുൽത്തകടി പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫുള്ളും അത് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർ നോസിൽ തന്നെ വൈറ്റ് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇതുപോലെ ഫുള്ള് ഗ്ലാസ്സിൽ മാത്രം ഇതുപോലെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് കളർ ചേർക്കാതെ ഇതുപോലെ ചെയ്തെടുക്കാം. ഗ്ലാസ്സിൽ ഫുള്ളും ഇതുപോലെ വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. ഈ അപ്പൊന്നുമില്ലാതെ ഗ്ലാസ് ഫുള്ളും ചെയ്തെടുക്കാം. ഗ്ലാസ്സിലെല്ലാം സൈഡ് ഗ്ലാസ്സിലും എല്ലാം ഇതുപോലെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് സ്റ്റാർ നോസിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ചുറ്റും ഒന്ന് ബ്ലാക്ക് കളറിൽ വിപ്പിംഗ് ക്രീമിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ കുട്ടികൾക്കൊക്കെ ഒന്ന് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൃഷ്ണമണിയുടെ ഭാഗത്തും ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓറഞ്ച് ഫുഡ് കളർ വെച്ച് വിപ്പിംഗ് ക്രീമിൽ ഇതുപോലെ ഓറഞ്ച് കളറിൽ സ്റ്റാർ നോസിൽ വെച്ച് കാർ ഫുള്ളും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഈ കാർ കേക്ക് ഡിസൈൻ ചെയ്തെടുത്തത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.